പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കെടാമംഗലം ഡിവിഷനിൽ സിപിഐ സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ സിപിഐ പാർട്ടി പ്രവർത്തക മീര തിലകൻ. ഡിവിഷനിലെ സിപിഐ സ്ഥാനാർത്ഥിയായ നിമിഷ രാജുവിനെതിരെയാണ് മീരയുടെ മത്സരം. ഇതോടെ കെടാമംഗലം ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ വാശിയേറിയതാകും. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കെടാമംഗലം ഡിവിഷനിൽ സിപിഐ സ്ഥാനാർത്ഥിക്കെതിരെ മുൻ പാർട്ടി പ്രവർത്തക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത്. സിപിഐ സ്ഥാനാർത്ഥിയായ നിമിഷ രാജുവിനെതിരെയാണ് മുൻ പാർട്ടി പ്രവർത്തക മീര തിലകൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏഴിക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിൽ സിപിഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ് മീര. 2 വർഷമായി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താണെന്നും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം തുടരാനും പാർട്ടി പ്രവർത്തനത്തിനായി സജീവമായി നിലകൊള്ളുമെന്നും മീര അഭിപ്രായപ്പെട്ടു. വിശദീകരണം ചോദിക്കാതെ വ്യാജ പ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി തന്നെ പുറത്താക്കിയതെന്നും അവർ ആരോപിച്ചു. അന്നത്തെ ജില്ലാ സെക്രട്ടറിയുടെ മരുമകളെ ലോക്കൽ കമ്മിറ്റിയുടെ എതിർപ്പ് അവഗണിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് പത്രിക സമർപ്പിച്ചതെന്നും മീര തിലകൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയമൊക്കെ ഞാൻ സാധാരണ നമ്മുടെ ഇടതുപക്ഷത്തോട് തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ശരിയുടെ പക്ഷം അവിടെ വന്നില്ല ഈ സ്ഥാനാർത്ഥി നിർണയത്തില്. അതിൽ പ്രതിഷേധിച്ച് എന്നോടൊപ്പം ഉണ്ടായിരുന്ന മുൻകാല പ്രവർത്തകരും ഇപ്പൊ രംഗത്തുള്ള LC അംഗങ്ങളും അവരെല്ലാവരും പ്രതിഷേധത്തിലാണ് എന്ന് ഞാൻ അറിയാണ്. പക്ഷെ ഇവർക്ക് ആർക്കും പ്രത്യക്ഷത്തില് ഒരു നടപടി നേരിടാനായിട്ട് ബുദ്ധിമുട്ട് വന്നവിടെ സാഹചര്യം ഇനിയാന്നാൾ തുടങ്ങിയാണ് അവരിത് ശ്രമിക്കണം. ലോക്കൽ കമ്മിറ്റി ഇപ്പൊ നിലവിലുള്ള അംഗങ്ങൾ രാജിവെക്കണം എന്നാണ് ഞാൻ കേൾക്കണം. അപ്പോൾ അതില് ലോക്കൽ സെക്രട്ടറി അടക്കം ഇപ്പോൾ ഒരു രൂക്ഷമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവും. തീർച്ചയായും അവർക്കൊരു സ്ഥാനാർത്ഥി നിർണയിക്കാൻ 3 പേരെ കൊടുക്കുകയും അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യാണ് മേൽഘടകങ്ങൾ. അതൊരു ശരിയായ പ്രവണതയല്ല. കാരണം ഒരു ഘടകം തീരുമാനിച്ച് അറിയിച്ചാൽ ആ ഘടകത്തിന്റെ മേൽഘടകങ്ങൾ അത് പരിശോധിക്കുക, അതിൽ ആ പ്രദേശത്തിന് അനുകൂലമായ നമുക്ക് വോട്ട് ആക്കി മാറ്റാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർണയിക്കുക. അതാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്ന കാര്യം. അന്നത്തെ ജില്ലാ സെക്രട്ടറിയുടെ മരുമകളെ ലോക്കൽ കമ്മിറ്റിയുടെ എതിർപ്പ് അവഗണിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് പത്രിക സമർപ്പിച്ചതെന്നും മീര തിലകൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പറവൂർ.